ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് ഞാനിത് പ്രത്യേകം കാണിക്കുന്നില്ല. ഓരോന്നും എന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാട്ടോ. മട്ടൻ 1/2 കിലോ, ഒരു കൈ നിറയെ മല്ലിയില, 5 തക്കാളി, മല്ലിയിലയുടെ പകുതി അളവിന് പുതിന, 5 സവോള, 1/2 കിലോ ബിരിയാണി അരി, 3 തവി എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 5 പച്ചമുളക്, ഒരു നാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂൺ, 4 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 തക്കോലം, ഒരു വലിയ കഷ്ണം കറുവപ്പട്ട, 200 മില്ലി തൈര്, ആവശ്യത്തിന് വെള്ളം. ഇത് കൂടാതെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കേണ്ട, പച്ചമുളക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടി കൂടുതൽ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ കറി വിളമ്പുന്ന തവിക്ക് 3 തവി എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതും നമുക്കതിലേക്ക് കറുവപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. സ്പൈസസ് സ്മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള വേഗം ഒന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം ഒന്ന് മാറിയതും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് വഴന്നതും നമുക്കതിലേക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളി ഒരുവിധം ഒന്ന് വഴന്നതും നമുക്കതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണേ. ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ വളരെ കുറച്ചിട്ടിട്ട് 20 മിനിറ്റ് സമയത്തേക്ക് വേവിച്ചെടുക്കണം. 20 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും കേട്ടോ മട്ടൻ വേകാനൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. ഇപ്പം നമുക്കൊരു പാത്രത്തിൽ അരിയിട്ട് തിളപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക, ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മട്ടൻ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മട്ടൻ മസാലയിൽ കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന മസാലയിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കുറച്ച് മസാലയും മല്ലിയിലയും പുതിനയിലയും കൂടി ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ബാക്കി ചോറ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് നിരത്തണം.
ആദ്യം ചെയ്ത പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും മട്ടൻ മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് പതുക്കെ മാത്രമേ ഇളക്കിയെടുക്കാവൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. സവാളയും വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉള്ള ഒരു ബിരിയാണി ആണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.